നല്ല സന്തോഷമോ സങ്കടമോ അല്ലെങ്കിൽ കയ്യിൽ 10 പൈസ വന്നതിൻ്റെ കുന്തളിപ്പിലോ ഒക്കെ വർഷത്തിൽ 1-2 തവണ ഞാനൊരു സെൽഫ് ഡേറ്റിന് പോകാറുണ്ട് കേട്ടോ. ഇത്തവണ അതിനുള്ള ടൈം ആയിട്ടുണ്ട്. ഉച്ചയ്ക്കാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. എന്തായാലും ഇന്ന് എനിക്ക് കുറച്ച് ഷൂട്ടൊക്കെ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. ഞാനും സഫയും കൂടെ ഞങ്ങൾ ഹോസ്റ്റലിൻ്റെ അടുത്തുള്ള വീട്ടിൽ നിന്നാണ് ഇതേപോലെ ഓരോന്ന് ഷൂട്ട് ചെയ്യാറ്. എന്തായാലും ഓട്ടോ പിടിച്ച് നേരെ പോയത് ഗോകുലം മോളിലേക്കാണ്. എന്താ ഓട്ടോ പിടിച്ചതെന്ന് വെച്ചാൽ എനിക്കിപ്പോഴും ലൈസൻസ് റെഡി ആയിട്ടില്ലേ. അങ്ങനെ ഞാൻ എന്തായാലും ഒരു ബാങ്കിൾ നോക്കാനായിട്ട് ഇവിടെ വെസ്റ്റ് സൈഡ് കയറിയിട്ടുണ്ടായി. പക്ഷേ ഈ ഒരു ബാങ്കിളിന് ഇത്രയും പ്രൈസ് ഉള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. എനിക്ക് ഈ ബാങ്കിൾ ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും ഞാനത് തിരികെ വെച്ചിട്ട് ഫുഡൊക്കെ കഴിക്കാമെന്ന് വെച്ചു. ഞാൻ ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നുണ്ടെങ്കിലും പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരി തിന്നാനുള്ള എൻ്റെ ഒരു ശീലമാണ് കേട്ടോ. പിന്നെ ഒരു മിസ്റ്റർ DIY കണ്ടു. എനിക്ക് അവിടുത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഫുഡ് കഴിച്ച് വരുമ്പോൾ കയറാമെന്ന് വെച്ചിട്ട് ഞാൻ നേരെ ഫുഡ് കോർട്ടിലേക്ക് പോയിട്ടുണ്ടായേ. അവിടെ പോയപ്പോൾ പിന്നെ ആകെ ഒരു കൺഫ്യൂഷനാണ്. പിന്നെ എനിക്ക് എന്തെങ്കിലും ഫ്രൈഡ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ച് ഞാൻ ഫ്രൈഡ് ചിക്കനാണ് ഓർഡർ ചെയ്തത്. എൻ്റെ അതേപോലെ ഈ ഒരു ഡെസേർട്ടും ഞാൻ ഓർഡർ ചെയ്തു. കാണാൻ അത്ര എസ്തെറ്റിക് ഒന്നും അല്ലെങ്കിലും ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ മഞ്ചാണോ കിറ്റ്കാറ്റാണോ എന്ന് എനിക്കറിയില്ല. അതിൽ കുറേ പീസസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് മാത്രമൊന്നുമല്ല, അതിലുള്ള ഒരു ഐസ്ക്രീം എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു കേട്ടോ. നന്നായിട്ട് എൻജോയ് ചെയ്താണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴേക്കും എൻ്റെ ഫ്രൈഡ് ചിക്കനും റെഡി ആയിട്ടുണ്ടായി. ഞാൻ അവിടെ പോയിട്ട് അതൊക്കെ കളക്ട് ചെയ്ത് തിരിച്ച് വന്നിട്ട് കഴിക്കാൻ തുടങ്ങി. കഴിക്കുന്ന കാര്യത്തിൽ ഞാൻ വലിയൊരു സംഭവമാണ് കേട്ടോ. ഞാൻ എത്ര വേണമെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ മിസ്റ്റർ DIYയിൽ കയറിയിട്ട് കുറേ സാധനങ്ങൾ വാങ്ങി. ഇവിടുന്ന് ഞാൻ കുറേ കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഞാനതൊരു വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. ഞാനിതിന്ന് ഒരു 3-4 പ്രോഡക്റ്റ്സ് മേടിച്ച് ഒരു മിറർ വീഡിയോ എടുത്ത് അതിൻ്റെ ഒരു ഫേവറേറ്റ് പാർട്ടാണ്. എവിടെ മിറർ കണ്ടാലും എനിക്ക് ആ ഒരു വീഡിയോ എടുക്കണം. എന്നിട്ട് ബില്ലൊക്കെ പേ ചെയ്ത് ഞാൻ നേരെ മാക്സ് പോയായിരുന്നു. കാരണം എനിക്ക് കോടതിയിലേക്ക് ഇടാനായിട്ട് ഒരു കുർത്തി വാങ്ങാനുണ്ടായിരുന്നു, ബ്ലാക്ക്. ഞാനിങ്ങനെ കുറേ അന്വേഷിച്ചു. അവസാനം എനിക്ക് ഈ ഒരു മാക്സിൽ നിന്നാണ് കേട്ടോ അത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആദ്യം ഞാൻ കുറേ നിരാശയായി, കാരണം എൻ്റെ ഹെഡ്ഫോൺ ഓഫായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുർത്തി സെറ്റായപ്പം ഞാനങ്ങ് ഓണായിട്ടോ. എൻ്റെ ഡേറ്റൊക്കെ സെറ്റായിട്ട് വരുന്നുണ്ട്. ഞാൻ ആ ഒരു കുർത്തി തന്നെ പർച്ചേസ് ചെയ്ത് നേരെ മോളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓട്ടോ പിടിച്ച് ബീച്ചിലേക്ക് പോയി. ബീച്ചിൽ ഇറങ്ങി നടക്കാനുള്ള ആ ഒരു മൂഡൊന്നും ആയിരുന്നില്ല. എനിക്ക് ഫുഡ് കഴിക്കണമായിരുന്നു. മെയിനായിട്ടും എൻ്റെ സെൽഫ് ഡേറ്റിൽ ബീച്ച് കാണുക, ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഈ ഒരു ദിവസത്തിൻ്റെ എൻ്റെ ഏറ്റവും ബെസ്റ്റസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡിൽ, ബീച്ച് സൈഡിൽ വന്നിരുന്നതാണ്. ഫുഡും എൻ്റെ ഒരു മെയിൻ ഒരു കാര്യം കൂടിയാണ് കേട്ടോ. ഫുഡ് ഞാൻ നന്നായിട്ട് കഴിക്കും, നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കും, എത്ര വേണമെങ്കിലും കഴിക്കുന്നുള്ളതാണ്. ആരും കണ്ണ് വെക്കരുത് കേട്ടോ. പിന്നെ അവിടെ കുറേ കാക്കകൾ ഫ്രണ്ട്സായിട്ട് ഫ്രൈസൊക്കെ കൊടുത്ത് ഫ്രണ്ട്സാക്കി വെച്ച് അപ്പോഴേക്കും ഞാൻ ടയേർഡായി. ഞാനൊരു പ്രത്യേകതരം ഓട്ടോയിൽ കയറിയിട്ട് ഹോസ്റ്റലിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നടക്കാതെ എത്തി. അപ്പം ഞാൻ പോട്ടെ, ടാറ്റാ.